വളരെ ശ്രദ്ധിക്കേണ്ട ജാഗ്രത പാലിക്കേണ്ട ഒരു വിഷയത്തിലേക്കാണ് പോകുന്നത്. ചെങ്കോട്ട സ്ഫോടന കേസിലെ വൈറ്റ് കോളർ ടെററിസം രാജ്യത്തിന്റെ പല ഭാഗത്തും ഇപ്പോഴും തുടരുകയാണ്. അടുത്ത ഒരു സ്വാതന്ത്ര്യ ദിനത്തിലേക്ക് രാജ്യം അടുക്കുമ്പോൾ ഒരു വിദ്യാർത്ഥിയുടെ കയ്യിൽ നിന്നും കണ്ടെത്തിയ ബോംബ് എങ്ങനെ ഉണ്ടാക്കാം എന്ന കുറിപ്പ് സുരക്ഷാ ഏജൻസികൾക്ക് തലവേദനയാകുന്നു. ബോംബുകൾ എങ്ങനെ നിർമ്മിക്കാം എന്ന ഒരു കുറിപ്പ് കണ്ടെടുത്തിരിക്കുകയാണ് അയോധ്യ മെഡിക്കൽ കോളേജിലെ ഒരു ലാബ് ടെക്നീഷ്യൻ വിദ്യാർത്ഥിയിൽ നിന്നും. ലാബ് ടെക്നീഷ്യൻ വിദ്യാർത്ഥിയുടെ പേര് സർഫറാസ് ഖാൻ എന്നാണ്. സർഫറാസ് ഖാനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബോംബ് എങ്ങനെ നിർമ്മിക്കാം എന്നതിനെ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയ കൈയെഴുത്തു കുറിപ്പ് ദർശൻ നഗറിലെ രാജർഷി ദർശരത്ത് മെഡിക്കൽ കോളേജിൽ നിന്നാണ് കണ്ടെടുത്തത്. തുടർന്ന് കോളേജ് അധികൃതർ വിവരം പോലീസിനെ അറിയിച്ചു. പോലീസും രഹസ്യാന്വേഷണ ഏജൻസികളും നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ലാബ് ടെക്നീഷ്യനായി പരിശീലനം നടത്തുന്ന സർഫറാസ് ഖാനെ കസ്റ്റഡിയിൽ എടുത്തത്. വെള്ളിയാഴ്ച രാത്രി ഇയാൾ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നു. സർഫറാസ് ബോംബ് നിർമ്മാണത്തെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ സ്വന്തം കൈപ്പടയിൽ കടലാസിൽ എഴുതി വെക്കുകയായിരുന്നു. ഷിഫ്റ്റ് അവസാനിച്ച ശേഷം കുറിപ്പ് ലാബിൽ തന്നെ വെച്ചു മുറിയിലേക്ക് മടങ്ങി. ഇതിനിടെ ലാബിലെത്തിയ മറ്റൊരു ജീവനക്കാരനാണ് കുറിപ്പ് കണ്ടത്. ബോംബ് നിർമ്മിക്കുന്ന രീതി, അതിന്റെ അളവുകൾ, അതിന്റെ സ്ഫോടനാത്മക ശക്തി എന്നിവയെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ സർഫറാസ് ഖാൻ എഴുതി വെച്ചിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപ് സംഭവിച്ച ചെങ്കോട്ട സ്ഫോടന കേസുമായി ബന്ധപ്പെട്ടത് ഉന്നത വിദ്യാഭ്യാസമുള്ളവരാണ്, ഡോക്ടർമാരുടെ ഒരു ശൃംഖലയാണ്. ഇപ്പോൾ ഈ കുറിപ്പ് കണ്ടെത്തിയിരിക്കുന്നതും വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു ലാബ് ടെക്നീഷ്യൻ വിദ്യാർത്ഥിയുടെ കയ്യിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു മേഖലയിൽ വളരെ ശക്തമായ രീതിയിൽ ഈ ചെയിൻ വീണ്ടും തുടരുന്നു എന്ന് തന്നെ മനസ്സിലാക്കണം. അത് തന്നെയാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികളെ കൂടുതൽ കുഴക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ ഒസാമ ബിൻ ലാദൻ, ഐമാൻ അൽ സവാഹിരി തുടങ്ങിയ തീവ്രവാദികളും ഉന്നത വിദ്യാഭ്യാസം നേടിയ വ്യക്തികളായിരുന്നു. സെപ്റ്റംബർ 11 കുറ്റവാളികളും നിരവധി ഐസിസ് കാഡർമാരും ഉന്നത വിദ്യാഭ്യാസമുള്ളവരും സാങ്കേതിക വിദഗ്ധരുമായിരുന്നു. കേരളത്തിൽ നിന്നുള്ള ഐസിസ് റിക്രൂട്ട്മെന്റിന്റെ മുഴുവൻ സംഘവും മികച്ച വിദ്യാഭ്യാസ പശ്ചാത്തലമുള്ള ഉയർന്ന മധ്യവർഗ കുടുംബങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. ഈസ്റ്റർ ഞായറാഴ്ച ആക്രമണത്തിന്റെ തീവ്രവാദ സൂത്രധാരന്മാർ പോലും ശ്രീലങ്കയിലെ ഏറ്റവും സമ്പന്നരായ കുടുംബങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. അത് എല്ലായ്പ്പോഴും കാശ്മീരിൽ ഉണ്ടായിരുന്ന ഒരു സംഗതിയാണ്. കാശ്മീരി ഭീകരരുടെ ആദ്യകാല തലമുറയെ പറ്റി നോക്കുകയാണെങ്കിൽ പ്രധാനമായും നാഷണൽ ലിബറേഷൻ ഫ്രണ്ട്, ജമ്മു കാശ്മീർ ലിബറേഷൻ ഫ്രണ്ട് അംഗങ്ങൾ ഗ്രാമപ്രദേശങ്ങളിൽ നിന്നുള്ള നിരക്ഷരായ യുവാക്കളായിരുന്നില്ല. അമാനുള്ള ഖാൻ, ഹാജി ക്വാർട്ടറ്റ്, അതുപോലെ തന്നെ അഷ്ഫാഖ് മജീദ് വാണി, JKLF-ന്റെ ആദ്യ കമാൻഡർ ഇൻ ചീഫ് ജാവേദ് മിർ, യാസിൻ മാലിക്, മക്ബുൾ ഭട്ട്, ഹാഷിം ഖുറേഷി തുടങ്ങിയ തീവ്രവാദ കമാൻഡർമാരൊക്കെ നഗര പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള വിദ്യാസമ്പന്നരും ഇംഗ്ലീഷ് സംസാരിക്കുന്നവരുമായ യുവാക്കളായിരുന്നു. ഈ തീവ്രവാദ കമാൻഡർമാർ പലസ്തീൻ ഭീകരരുടെ തന്ത്രങ്ങൾ പകർത്തി തുടക്കത്തിൽ കാശ്മീരിന്റെ സ്വാതന്ത്ര്യത്തിനായുള്ള മതേതര പോരാട്ടത്തിന് നേതൃത്വം നൽകും എന്ന് അവകാശപ്പെട്ടു. എന്നാലും ഇവർ പാൻ ഇസ്ലാമിസത്തിൽ നിന്ന് ആഴത്തിൽ പ്രചോദനം ഉൾക്കൊണ്ടിരുന്നു എന്നതാണ് വിവരങ്ങൾ. ഹിസ്ബുൾ മുജാഹിദീന്റെ മുഖ്യ കമാൻഡർ യൂസഫ് ഷാ എന്നറിയപ്പെടുന്ന സയ്യിദ് സലാഹുദ്ദീൻ കാശ്മീർ സർവകലാശാലയിൽ നിന്ന് രാഷ്ട്രമീമാംസയിൽ ബിരുദാനന്തര ബിരുദം നേടിയിട്ടുണ്ട്. ഇംഗ്ലീഷിലാണ് അദ്ദേഹം കവിത രചിച്ചത്. വാൾസ്ട്രീറ്റ് പത്രപ്രവർത്തകൻ ഡാനിയൽ പോളിനെ പിന്നീട് കൊലപ്പെടുത്തിയ മസൂദ് അസറിനൊപ്പം മോചിപ്പിക്കപ്പെട്ട ജയ്ഷ ഭീകരൻ ഒമർ ഷെയ്ഖ് സയ്യിദ് LSE വിദ്യാഭ്യാസ പശ്ചാത്തലമുള്ള ഇംഗ്ലീഷ് സംസാരിക്കുന്ന ബ്രിട്ടീഷ് പാകിസ്ഥാനിയായിരുന്നു. മസൂദ് അസർ തന്നെ ഉയർന്ന യോഗ്യതയുള്ള ഒരു ഇസ്ലാമിക പണ്ഡിതനാണ്. ഇതൊക്കെ എന്തിനാണ് പറയുന്നത് എന്ന് വെച്ചാൽ, ഉന്നത വിദ്യാഭ്യാസമുള്ളവരിലേക്ക് തീവ്രവാദത്തിന് ഒരു പ്രചാരം കിട്ടുന്നു, അല്ലെങ്കിൽ അവരിലൂടെ തീവ്രവാദത്തിന്റെ ഒരു ശൃംഖല ഉണ്ടാക്കുന്നു എന്നത് വേണം. ഇപ്പോഴും ഇന്ത്യയിൽ തുടരുന്നു. അത്തരത്തിലുള്ള ശൃംഖലകൾ രാജ്യത്തിന്റെ പല ഭാഗത്തും ഉണ്ട് എന്ന് വേണം ഇപ്പോൾ ലഭിച്ച ഈ ഒരു കുറിപ്പിൽ നിന്നും, ആ കുറിപ്പിന്റെ പിന്നിൽ അറസ്റ്റിലായ വിദ്യാർത്ഥിയെ ഒക്കെ നോക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്. എന്തായാലും വീണ്ടും അടുത്ത സ്വാതന്ത്ര്യ ദിനത്തിലേക്ക് രാജ്യം പോകുമ്പോൾ വളരെ ശ്രദ്ധാലുക്കളാവുകയാണ് രാജ്യത്തെ സുരക്ഷാ അന്വേഷണ ഏജൻസിയും കേന്ദ്ര സർക്കാരും. ന്യൂസ് ഡെസ്ക് കർമാൻസ്.